ഇപ്പോൾ ജിന്നൊക്കെ വന്ന് കുളിച്ച് വൃത്തിയായിരിക്കണ് മാഷാ അല്ലാ. ഹോട്ടലിലെത്തിയപ്പോൾ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടിയത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണെങ്കിലും മലബാർ ടേസ്റ്റുള്ള ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് നമ്മൾ കാലിക്കറ്റ് റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അവരുടെ. അങ്ങനെ ഫുഡ് കഴിച്ചില്ല എല്ലാവരും കൂടെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വാഗമണിലെ വേറൊരു സ്പോട്ടിലേക്കുള്ള യാത്രയായി. അങ്ങനെ ഞങ്ങൾ വാഗമണിലൊരു നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിലെത്തി. അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായതുകൊണ്ട് പിന്നെ ആരും അങ്ങോട്ട് കയറുന്നില്ല. അങ്ങനെ അവിടെ നേരെ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണിച്ചപ്പോൾ അവിടെ ആനുണ്ട് സൂം ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവിടെ അങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഒരു ആന പോയിട്ട് ഒരു കുഴിയാന പോലും ഇല്ല. എന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ ഒരു ഇളിഞ്ഞ ചിരി മൂപ്പരാൾ. അതിൻ്റെ ഇടയിൽ ഇയാൾ വന്നിട്ടാണ് ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൂടിയതിനെ കുറിച്ച് ഇവളോട് ചോദിച്ചു. ഇവൾക്കൊന്നും മനസ്സിലായില്ല ഇവൾ എന്തൊക്കെയോ പറഞ്ഞു. നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഒരാളെ കൊന്നു പോയാലും തിരിച്ചു വരുമ്പോൾ വരുമാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവളൊക്കെ തള്ളു കേട്ട് ഞങ്ങളങ്ങനെ വാഗമണിലെ പെയിൻ ഫോറസ്റ്റിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വാഗമണിലെ പൈൻ ഫോറസ്റ്റിലൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നി ഇവിടെ വന്നപ്പോൾ. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ ചങ്ങായി